ഡോഡോ തിരിച്ചു പോയിക്കോ. മമ്മി, ഒരുപാട് വിശപ്പുള്ള ചെക്കനാ ഡോഡോ. ഇനി അവന്റെ കാര്യം എന്താവുമെന്ന് അറിയില്ല. ഡെസേർട്ടിൽ ഇതുപോലെ യാത്ര പോകാൻ നല്ല രസമുണ്ടല്ലേ? രണ്ടു വാക്കിൽ പറയണെങ്കിൽ സൂപ്പർ ഫൺ. സാധാരണ ഫൺ അല്ല, ബിഗ് ഫൺ. ഈ സന്തോഷത്തിന് നല്ല രുചിയുള്ള ഒരു കാൻഡി കഴിച്ചോട്ടെ. ഇപ്പൊ നോക്കിക്കോ സൂപ്പർ സ്പീഡോ, ഞാൻ നിന്റെ മുകളിൽ കൂടി എത്ര ഉയരത്തിലാ ജമ്പ് ചെയ്യുന്നതെന്ന്. ഓക്കേ ബഡി, അങ്ങനെയാണെങ്കിൽ എന്റെ ബാക്ക് സ്ലിപ്പ് നോക്കിക്കോളൂ. വാവ്, കിഗു എത്ര നന്നായിട്ട് സർഫിംഗ് ചെയ്യുന്നത് അല്ലേ? നീ പറഞ്ഞത് ശരിയാ. വരൂ, നമുക്കും അവനെ പോലെ സർഫിംഗ് ചെയ്ത് നോക്കാം. വരൂ ടോണി ബോസ്. അല്ല, ഞാനിപ്പോ എങ്ങനെ സർഫിംഗ് ചെയ്യുന്നത്? എനിക്ക് ഒട്ടും സർഫിംഗ് ചെയ്യാൻ അറിയില്ലല്ലോ. ഈ കാര്യം നമ്പർ 420 അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ അവരെന്നെ ഒരുപാട് കളിയാക്കും. ടംബോ അണ്ണാ, സൂക്ഷിച്ച്. നമുക്കെതിരെ ട്രക്കർ ലോറി വരുന്നുണ്ട്. പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടു. ബ്രേക്ക്. അയ്യോ, ബ്രേക്ക് പിടിക്കാൻ സാറേ. അതിനുള്ള കറക്റ്റ് സമയം വരുമ്പോ എന്റെ സ്റ്റൈലിൽ ഞാൻ ബ്രേക്ക് പിടിച്ചോളാം. ഡോണ്ട് ഫിയർ വെൻ ടെമ്പോ അണ്ണ ഈസ് നിയർ. മമ്മി, ഈ പട്ടപ്പകലിൽ തന്നെ എനിക്ക് നക്ഷത്രങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ഫുൾ സ്പീഡിൽ ഓടുന്ന കുതിരയെ ചട്ട്പട്ട് എന്ന് പറയും. പകൽ സമയത്ത് നക്ഷത്രങ്ങളെ കാണിക്കുന്നവരാണ് ചട്ട്പട്ട്. കാലയ്ക്ക് സാറേ, എന്തൊരു ബ്രേക്ക് അടിച്ചത്! എന്തൊരു ഡയലോഗാ പറഞ്ഞത്! ഞാനത് നോട്ട് പാഡിൽ നോട്ട് ചെയ്ത് വെച്ചേക്കാം സാർ. റോൾ നമ്പർ 420 വരുന്നതിന് മുമ്പ് തന്നെ ഞാനിതൊന്ന് രഹസ്യമായി ട്രൈ ചെയ്ത് നോക്കാം. അല്ല ടോണി ബോസ്, നിങ്ങളിപ്പോ എങ്ങോട്ടാ ഓടുന്നത്? നിങ്ങൾക്ക് സർഫിംഗ് ചെയ്യാൻ അറിയില്ലേ? ലഞ്ച് കഴിച്ചതിന് ശേഷം അല്പം മധുരം കഴിക്കണം. പക്ഷേ നമ്മുടെ ടോണി ബോസിന് ഒരു മണ്ണാങ്കട്ടി അറിയില്ല. കിക്കോ സൂപ്പർ സ്പീഡോയുടെ മുകളിലേക്കാ ചാടിയത്. പക്ഷെ ഇപ്പൊ നോക്കിക്കോ, ഞാൻ ഇവരുടെ എല്ലാവരുടെയും മുകളിലൂടെ സമ്മർ ഷോട്ട് അടിക്കാൻ പോവാ. ബോസ്, ഇത്രയധികം ആലോചിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും? എന്റെ ദൈവമേ, ടോണി ഫുൾ സ്പീഡിൽ നമ്മുടെ അടുത്തേക്കാണല്ലോ വരുന്നത്. കറക്റ്റ് സമയത്തിന് അവൻ ജമ്പ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മുടെ മേത്തോട്ട് വന്ന് ഇടിക്കുമെന്നാ തോന്നുന്നത്. കാട്ടിൽ ജമ്പ് ചെയ്യാനുള്ള ആഗ്രഹം അത് ഞാൻ ഇപ്പോൾ തന്നെ ശരിയാക്കി കൊടുക്കാം. അല്ല, ഡെസേർട്ടിൽ ഈ ബാനിയൻ ട്രീ എവിടുന്നാ വന്നത്? എനിക്ക് തോന്നുന്നത് പാവം വഴിമാറി ഇവിടെ വന്നതായിരിക്കണം. അയ്യോ, അമ്മ എന്റെ തൊണ്ട വരണ്ടിരിക്കുവാ. വരൂ, നമുക്ക് ആ വില്ലേജിലേക്ക് പോയി കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. എന്താ ഇത്? ഇവിടെയെങ്ങും ആരെയും കാണുന്നില്ലല്ലോ. ഒരൊറ്റ വാക്കിൽ പറയണെങ്കിൽ സ്ട്രേഞ്ച്.
സാധാരണ സ്ട്രേഞ്ച് അല്ല, ഭയങ്കര സ്ട്രേഞ്ച്, വെരി വെരി സ്ട്രേഞ്ച്. ഏതാണ്ട് എന്റെ വിശപ്പ് പോലെ തന്നെയാ. പക്ഷെ ഈ വില്ലേജിലുള്ള ജനങ്ങളെല്ലാം എങ്ങോട്ടാ പോയത്? ഒരുപക്ഷെ അവൻ ആ പിരമിഡിന്റെ അകത്ത് ചുറ്റിക്കാണാൻ പോയതാണോ? വരൂ, നമുക്ക് ആ പിരമിഡിനകത്ത് ചെന്ന് നോക്കാം. നിക്കടവിടെ. നിങ്ങൾ ആരും ആ പിരമിഡിന്റെ അടുത്തേക്ക് പോവാൻ പാടില്ല, മനസ്സിലായോ നിങ്ങൾക്ക്? അല്ല, നിങ്ങൾ ആരാ മിസ്റ്റർ? ഞാനാണ് ഷെയ്ഖ് സമസ് ഹോത്തി. ഇവിടുത്തെ രാജാവാണ് ഞാൻ. ഇതെല്ലാം എന്റെ ബോഡി ഗാർഡാണ്. പക്ഷേ എന്തുകൊണ്ടാ ഞങ്ങളെ പിരമിഡിന്റെ അടുത്തേക്ക് പോകരുതെന്ന് പറയുന്നത്? വല്ല, അതായത് ആരെങ്കിലും ആ പിരമിഡിന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അവർ അപ്രത്യക്ഷമാകും. ഈ വില്ലേജിലെ ഒരുപാട് ജനങ്ങൾ പിരമിഡിന്റെ അടുത്തേക്ക് ചെന്ന് പെട്ടെന്ന് അപ്രത്യക്ഷമായി. അപ്പൊ നമ്മൾ ആ പിരമിഡിനകത്ത് ചെന്ന് അവരെ വേഗം കണ്ടെത്തണം. കൊള്ളാലോ, ഈ കാർ സംസാരിക്കുന്നല്ലോ. ഓക്കെ, ആ പിരമിഡിന്റെ അകത്തേക്ക് പോകാനുള്ള വഴി ഇന്ന് വരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. മാത്രമല്ല, ആ പിരമിഡിന്റെ അടുത്തേക്ക് പോയവരാരും പിന്നീട് തിരിച്ചു വന്നിട്ടേ ഇല്ല. ഷെയ്ഖ് സാറേ, നമുക്ക് ഇവിടുന്ന് പോകാം. ഇവിടെ ഒരുപാട് നേരം നിൽക്കുന്നത് സേഫ് അല്ല. നീ പറഞ്ഞത് ശരിയാ. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് പോയിക്കോ. ആടുവോ പാടുവോ എന്ത് വേണമെങ്കിലും ചെയ്തോ. ഒരു കാരണവശാലും ആ മിസ്റ്റീരിയസ് പിരമിഡിന്റെ അടുത്തേക്ക് മാത്രം പോവരുത്. പ്രശ്നം ഗുരുതരമാണ്. എന്റെ ദൈവമേ, മിസ്റ്റീരിയസ് പിരമിഡോ? ഒരൽപ്പം കഴിച്ചോട്ടെ. ഈഷ്, മമ്മി, നല്ല കാര്യം. നമ്മൾ ആ പിരമിഡിന്റെ അടുത്ത് ഇതുവരെ പോയിട്ടില്ല. മേരാങ്കിൾ, നമ്മൾ ഇതുവരെ അവിടെ പോയിട്ടില്ല. പക്ഷേ ഇപ്പൊ തീർച്ചയായും പോകും. കറക്റ്റ്. കാരണം ഓരോ മിസ്റ്ററിയും സോൾവ് ചെയ്യുന്നത് കീക്കോയും സൂപ്പർ സ്പീഡോയുമാണ്. ഈ വില്ലേജിലെ ജനങ്ങൾ എല്ലാവരും കാണാതെ പോയെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണല്ലോ. ആ പ്രശ്നം നമ്മൾ പരിഹരിച്ചേ പറ്റൂ. ബിക്കോസ് വി ഫൈറ്റ് ഫോർ റൈറ്റ്. നിങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കേ. ആ മിസ്റ്റീരിയസ് പിരമിഡിനകത്ത് അപകടമുണ്ടാകും. പറ്റില്ല കീക്കോ. ഇത്തരം സാഹചര്യത്തിൽ ഫ്രണ്ടിനെ തനിച്ച് പറഞ്ഞയക്കുന്നത് രണ്ടു വാക്കിൽ പറയുകയാണെങ്കിൽ വെരി റോങ്. സാധാരണ റോങ് അല്ല, വെരി വെരി റോങ്. ഞാൻ ഒരൽപ്പം കഴിച്ചോട്ടെ. ഈ പിരമിഡിന്റെ അകത്തേക്ക് പോകാൻ ഒരു വഴിയും കാണുന്നില്ലല്ലോ. നീ ഒരു കാര്യം ചെയ്യ് സൂപ്പർ സ്പീഡോ. ഫോർമുല നമ്പർ 173 അപ്ലൈ ചെയ്യ്. ഓക്കെ ബ്രോ, ഫോർമുല 173 അപ്ലൈ ചെയ്തിട്ട് ഇപ്പൊ തന്നെ പിരമിഡിനെ സ്കാൻ ചെയ്തേക്കാം. കീക്കോ, ഞാൻ ടോട്ടൽ പിരമിഡും സ്കാൻ ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അകത്തേക്ക് പോകാനുള്ള വഴി എവിടെ നോക്കിയിട്ടും കാണുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നു തീർച്ചയായും എന്തെങ്കിലും ഒരു രഹസ്യ വഴി കാണും പടി. ഇത്തരം ഒരു കൊടുങ്കാറ്റ് പെട്ടെന്ന് എവിടുന്നാ വന്നത്? ഇതുവരെ ക്ലൈമറ്റ് ക്ലിയർ ആയിരുന്നല്ലോ. ഒരുപാട് ക്യാമൽസ് ഉണ്ട്. ഇതൊക്കെ എങ്ങോട്ടാ പോകുന്നേ? കൊടുങ്കാറ്റ് പോയി കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ നിൽക്കൂ. ഞാൻ ചെന്ന് കീക്കോയെ സഹായിക്കാം. ഇനി ഞാൻ ഈ ക്യാമൽസിനെ ഈസി ആയിട്ട് ഫോളോ ചെയ്തു പോകും. പക്ഷെ ഈ ക്യാമൽസിന്റെ കാലുകൾ മണ്ണിനടിയിൽ ഇത്ര ആഴത്തിൽ എങ്ങനെയാ പോകുന്നേ? താങ്ക് യു സൂപ്പർ സ്പീഡോ. വേഗം ആ ക്യാമൽസിനെ ഫോളോ ചെയ്യേ. ഓക്കെ റെഡി. കീക്കോ, ഈ ക്യാമൽസ് എല്ലാം സിഗ്സാഗിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സിഗ്സാഗിൽ ഓടിയത് കൊണ്ടായിരിക്കും എന്റെ ടയർ മണലിൽ കുടുങ്ങിയിരിക്കുന്നത്.
നീ ഒരു കാര്യം ചെയ് സൂപ്പർ സ്പീഡോ, നിന്റെ ടയറിലെ പാതി കാറ്റ് റിമൂവ് ചെയ്തേക്ക്. അപ്പോ ടയർ മണ്ണിൽ സ്ട്രക്ക് ആവില്ല. ഗ്രേറ്റ് ഐഡിയ കീക്കോ. ആദ്യം ടയറിൽ കാറ്റങ്ങ് കുറച്ചേക്കാം, എന്നിട്ട് ക്യാമൽസിനെ ഫോളോ ചെയ്യാം. കീക്കോ, ഈ ചുഴലിക്കാറ്റിൽ നിന്നും പുറത്തേക്ക് വരാൻ എനിക്ക് പറ്റില്ലെന്നാണ് തോന്നുന്നത്. ആ ക്യാമൽസ് എല്ലാം ബാനിയൻ ട്രീയുടെ അടുത്ത് ചെന്നിട്ട് പെട്ടെന്ന് എങ്ങനെയാ കാണാതെ പോയത്? നമുക്ക് അവിടെ പോയി നോക്കാം കീക്കോ. ഐ ആം റെഡി ടു റോക്ക്, ഫുള്ളി റിപ്പയർ. ഇവിടെ അങ്ങനെ ഒരു സ്ഥലവും കാണുന്നില്ലല്ലോ. ഇവിടെ വന്നിട്ട് ആ ക്യാമൽസ് പെട്ടെന്ന് എങ്ങനെയാ കാണാതെ പോയത്? സൂപ്പർ സ്പീഡോ, പെട്ടെന്ന് ഈ ടോട്ടൽ ഏരിയയും സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കേ. ഇത് കണ്ടോ ബ്രോ, നീ സംശയിച്ചത് ശരിയാണ്. ലെറ്റ്സ് ചേസ്. വേണ്ട, അതിപ്പോ വേണ്ട. ആദ്യം നമുക്ക് ആ മിസ്റ്റീരിയസ് പിരമിഡിന്റെ രഹസ്യം പരസ്യമാക്കണം. ആദ്യം പിരമിഡിന്റെ അടുത്തേക്ക് പോ. എനിക്ക് തോന്നുന്നത് അതൊക്കെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അതിന്റെ ബോഡി വെയിറ്റ് ഒരുപാട് കൂടുന്നു തോന്നുന്നു. അതുകൊണ്ടാണ് അത് പിരമിഡിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ അതിന്റെ കാലുകൾ സാൻഡിനകത്തേക്ക് പോകുന്നത്. ഈ കാര്യമൊക്കെ നമുക്ക് ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത്. അവൻ പറഞ്ഞതിലും ഒരു കാര്യമുണ്ട് കീക്കോ. വെയിറ്റ് ഉള്ള ആളുടെ കാല് മണ്ണിനകത്ത് പോയിക്കൊണ്ടിരിക്കും. താങ്ക് യു, താങ്ക് യു. ഇപ്പോഴാ ഓർമ്മ വന്നത്. എനിക്ക് വീണ്ടും വിശക്കുന്നു. ഞാൻ ഒരല്പം കഴിച്ചോട്ടെ. നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കെ. ഞാനും സൂപ്പർ സ്പീഡോയും ക്യാമൽസിനെ ഫോളോ ചെയ്യാം. നമ്മൾ ആ ക്യാമൽസിനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് അവരുള്ള സ്ഥലം കണ്ടെത്താൻ കഴിയുന്ന തോന്നുന്നേ. സൂപ്പർ സ്പീഡോ, നീ വേഗം സ്കാൻ ചെയ്ത് നോക്ക്. ഒരുപക്ഷെ ആ ക്യാമൽസ് വഴിമാറി പോയി കാണുമെന്ന് തോന്നുന്നു. അപകടം വരുമ്പോ ഫ്രണ്ടിനെ ഇങ്ങനെ തനിച്ചാക്കി പോകരുത്. നീ പറഞ്ഞത് ശരിയാ ട്വിങ്കിൾ. വാ പോകാം, ഞാനും നിന്റെ കൂടെ വരാം. ട്വിങ്കിൾ, ഡോഡോ, തിരിച്ചു പോയിക്കോ. മമ്മി, ഒരുപാട് വിശപ്പുള്ള ചെക്കനാ ഡോഡോ. ഇനി അവന്റെ കാര്യം എന്താവുമെന്ന് അറിയില്ല. കീക്കോ, ട്വിങ്കിളും ഡോഡോയും എങ്ങോട്ട് പോയത്? എനിക്ക് നന്നായിട്ട് അറിയാം. ആ ക്യാമൽസ് അവരെ ഈ പിരമിഡിന്റെ അകത്തേക്കാണ് കൊണ്ടുപോയത്. ഇതിനകത്ത് പോകുവാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണല്ലോ കീക്കോ. ഞാനിപ്പോ എന്താ ചെയ്യുക? അതിനൊരു വഴിയുണ്ട്. പക്ഷെ അതിന് നീ R7 അകത്തേക്ക് പോയേ പറ്റൂ ബഡി. വേഗം, അതിവേഗം R7 അകത്തേക്ക് തിരിച്ചു പോകട്ടെ സൂപ്പർ സ്പീഡോ കാർ. കണ്ടോ, ഈ റോബോട്ടിക് ക്യാമൽസ് നിധി മുഴുവനും വയറ്റിനകത്താ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ക്യാമൽസ് പിരമിഡിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ വെയിറ്റ് കാരണം ഇതിന്റെ കാല് മണ്ണിനടിയിലായി പോകുന്നു. വെൽക്കം കിക്കോ. നീ അവിടെ ചുറ്റി ഇവിടെ ചുറ്റി അവസാനം ഇവിടെ തന്നെ വന്ന് എത്തിച്ചേർന്നു അല്ലേ? പക്ഷെ നീ ഇവിടെ നിന്ന് എങ്ങനെയാണ് പുറത്തേക്ക് പോവാൻ പോകുന്നത്? എന്റെ ക്യാമൽസ് എല്ലാം ഒന്നിച്ചു ചേർന്ന് ഇവിടെയുള്ള നിധികളെല്ലാം എടുത്തോണ്ട് പോകും.
ഹലോ മിസ്റ്റർ, നിങ്ങൾ ഈ പിരമിഡിനകത്തുള്ള നിധി മോഷ്ടിക്കുന്നത് വളരെ വലിയ റോങ് ആണ്. നിങ്ങൾ ആ റോങ്ങിനെ റൈറ്റ് ആക്കി മാറ്റൂ. നീ എന്താ പറഞ്ഞത്? വിട്ടേച്ച് പോവാനോ? എത്രയധികം കഷ്ടപ്പെട്ടിട്ടാ ഈ പിരമിഡിനകത്തേക്കുള്ള വഴി ഞാൻ കണ്ടെത്തിയതെന്ന് അറിയാമോ? ഈ റോബോട്ട് ക്യാമൽസിന്റെ സഹായത്തോടെ ഇവിടെയുള്ള നിധികളെല്ലാം എന്റെ സ്ഥലത്തേക്ക് ഞാൻ കൊടുത്തയച്ചിട്ടുണ്ട്. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാ പിരമിഡിനകത്തേക്ക് വരുന്ന ജനങ്ങളെ കിഡ്നാപ്പ് ചെയ്തെന്ന് അറിയാമോ? ആരും തന്നെ പിരമിഡിനകത്തേക്ക് വരാൻ ഭയപ്പെടുമായിരുന്നു. പക്ഷെ ഇപ്പോ ഞാൻ ഇത്രയൊക്കെ പരിശ്രമിച്ചതിന് ശേഷം നീ ഇതൊക്കെ വിട്ടേച്ച് പോകാൻ എന്നോട് പറയാണല്ലേ? കാരണം നിങ്ങൾ ചെയ്യുന്നത് ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ റോബറി. ഒരക്ഷരം മിണ്ടിപ്പോകരുത്, പറഞ്ഞേക്കാം. ഇവിടെയുള്ള എല്ലാവരെയും ഈ ക്യാമലിന്റെ അകത്താക്കും, പറഞ്ഞേക്കാം. ജയിലിൽ ഇരിക്കുന്ന മറ്റുള്ളവരുടെ കൂടെ ഇവരെയും കൊണ്ടുപോയി ഇട്ടേക്ക്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇവിടെയുള്ള ക്യാമൽസ് മൊത്തം നിധികളും എന്റെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി ചേർത്തേക്കും. അതിനുശേഷം ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനായി മാറും. ഈ പിള്ളേരെ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. അതിനുള്ളിൽ ഞാൻ പിരമിഡിന്റെ പുറത്തേക്ക് പോയി നോക്കട്ടെ, അണ്ടർ കൺട്രോൾ ആണോ ഇല്ലയോ നോക്കട്ടെ. എന്റെ ക്യാമൽസിന്റെ സഹായത്തോടെ എല്ലാ നിധിയും ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകും. ഇവിടെ നിന്നും പുറത്തേക്ക് പോകാനുള്ള വഴി നമ്മൾ കണ്ടെത്തി കഴിഞ്ഞില്ലേ? അപ്പൊ പിന്നെ ഈ ഗാർഡ്സ് കിക്കോടെ തട്ടി തെറിപ്പിച്ചു കളഞ്ഞേക്ക്. വേണ്ട, ഇപ്പൊ അങ്ങനെ ചെയ്യരുത് ഡോഡോ. ആദ്യം നമ്മൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന വില്ലേജിലെ ജനങ്ങളെയും രക്ഷിക്കണം. ഒരു പ്രാവശ്യം അവരെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാം. ഓക്കെ? ചേടാ, നിനക്ക് ഞങ്ങളെ ഈ ജയിലിൽ അടച്ചിടാൻ പറ്റില്ല. എന്താടാ? കാരണം ഇനി ഈ ജയിലിൽ കിടക്കാൻ പോകുന്നത് നിങ്ങളാണ്. കിക്കോ, കൊള്ളാം, കലക്കി. നീ എല്ലാവരെയും ആ പിരമിഡിനകത്ത് നിന്ന് രക്ഷിച്ചിരിക്കുകയാണ്. കൊള്ളാം, വളരെ സന്തോഷം. നീ സൺസിറ്റിയുടെ പേര് വേറെ ലെവലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. വല്ല കിക്കോ, നീ ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള എല്ലാ ജനങ്ങളെയും തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ നിനക്കൊരു സമ്മാനം തരുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇതിന്റെ കാരണം ആരാണെന്ന് അറിയണ്ടേ? എനിക്കെല്ലാം അറിയാം. ഇതിന്റെ പുറകിൽ ആരാണെന്നും എന്താണ് ചെയ്തതെന്നും എനിക്ക് നന്നായിട്ട് അറിയാം കിക്കോ. അവൻ ആരാ എന്താണെന്ന് നീ എന്നെ ഒരു പ്രാവശ്യം അറിയിച്ചാൽ മാത്രം മതി. അത് മാത്രം മതി. എന്റെ ദൈവമേ, അവസാനം ഷേക്കങ്ങൾ റോബോട്ടായി മാറിയല്ലോ. അല്ല ഡോഡോ, ഷേക്ക് അങ്കിൾ അല്ല. യഥാർത്ഥ കള്ളൻ ഷേക്ക് അങ്കിളിന്റെ ബോഡി ഗാർഡാണ്, റേഞ്ചർ. അയ്യോ കിക്കോ, പക്ഷെ ആ കാര്യം എങ്ങനെയാ നീ ഇത്ര കൺഫേം ആയി പറയുന്നത്? പിരമിഡിന്റെ അകത്ത് റേഞ്ചർ ഞങ്ങളോട് വന്ന് സംസാരിച്ചു. അപ്പോ തുണി കൊണ്ട് അയാൾ തന്റെ മുഖം മൂടിയിരിക്കുകയായിരുന്നു. എന്നിട്ടും അയാളുടെ ഇയറിംഗ് ഞാൻ കണ്ടു. ഇത് അതേ ഇയറിംഗ് തന്നെയാണ്. എടാ, നീ എന്റെ കൂടെ നിന്ന് എനിക്ക് തന്നെ ദ്രോഹം ചെയ്യുകയായിരുന്നല്ലേ? രാജാവിനെ പറ്റിക്കുകയായിരുന്നു അല്ലേ നിന്നെ ഞാൻ? നീ രാജാവായിരുന്നു, പക്ഷെ ഈ നിധി മൊത്തം എനിക്ക് സ്വന്തമാണ്. ഇനി ഞാനാണ് ഇവിടുത്തെ രാജാവ്. ലോകത്തിലെ ഏറ്റവും പണക്കാരനായ രാജാവ്. കാരണം റേഞ്ചറിന്റെ ക്യാമൽസ് എല്ലാം നിധി അടിച്ചു മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം എന്റെ കയ്യിലാണുള്ളത്. പക്ഷെ കിക്കോ, ക്യാമൽസ് ഓടി വന്നുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റ് വന്നല്ലോ. അതിന് കാരണം എന്താണ്? അത് ഞാൻ പറയാം. അത് ഇങ്ങനെ തന്നെയാണ്. ബൈ ബൈ സുഹൃത്തുക്കളെ, ഞാനിതാ എസ്കേപ്പ് ആയി കഴിഞ്ഞു. റേഞ്ചറിന്റെ ഈ ക്യാമൽസിന്റെ സഹായത്തോടെ മൊത്തം നിധിയും ഞാനിതാ കൊണ്ടുപോവുകയാണ്. നമുക്ക് പിന്നെ കാണാം. വേറെ വഴിയില്ല. ഞാൻ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റുന്ന തോന്നുന്നേ. വേഗം, അതിവേഗം R7 പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ.
കിക്കോ, ഞാൻ അറ്റാക്ക് ചെയ്താൽ നീ രക്ഷപ്പെടില്ല. മാത്രമല്ല എന്റെ റോബോട്ടിക് ക്യാമലിന്റെ അറ്റാക്കിൽ നിന്നും നിങ്ങൾക്ക് ആർക്കും രക്ഷപ്പെടാനാവില്ല. റേഞ്ചറിന്റെ ക്യാമൽസിന്റെ സഹായത്തോടെ ഇപ്പൊ കിക്കോയെ ഞാൻ അടിച്ച് വക വരുത്തും. ഓടിച്ചാടി കളിച്ചതെല്ലാം മതി. ഇനി നിരന്തരമായി ക്യാമലിന്റെ വയറ്റിനകത്ത് ഞാൻ കിക്കോയെ അടച്ചിടാൻ പോവുകയാണ്. വീണ്ടും ഇവിടെയുള്ള എല്ലാ ക്യാമൽസും ആക്ടിവേറ്റ് ആകുന്നതിന് മുമ്പ് ഞാൻ എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്തേ പറ്റുന്ന തോന്നുന്നേ. എന്റെ റിമോട്ട് പോയി. അതില്ലാതെ എന്റെ ക്യാമൽസിനെ എനിക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. കോ, നീ എന്നെ പിടിച്ചു, സമ്മതിച്ചു. പക്ഷെ ഞാൻ അടിച്ചു മാറ്റിക്കൊണ്ടുപോയ നിധിയെല്ലാം എവിടെയാ വെച്ചിരിക്കുന്നെന്ന് പറയില്ല, ഒരിക്കലും പറയില്ല. അതൊന്നും ഇനി നീ പറയേണ്ട ആവശ്യമില്ല, കാരണം അതൊക്കെ എനിക്ക് നേരത്തെ അറിയാം. കിക്കോ, ആ മരത്തിന് എന്തിനാണ് താഴെ തള്ളിയിട്ടത്? നിങ്ങൾ വിഷമിക്കേണ്ട മേയർ അങ്കിൾ, അത് ഒറിജിനൽ മരമല്ല, അത് ഡ്യൂപ്ലിക്കേറ്റ് മരമാണ്. മരുഭൂമിയിൽ ഒരിക്കലും ബാനിയൻ ട്രീ ഉണ്ടാവില്ല. കറക്റ്റ്, അവിടെയാണ് എനിക്കും സംശയം തോന്നിയത്. അപ്പൊ ഞാനും സൂപ്പർ സ്പീഡോയും ഈ ഏരിയ മൊത്തം സ്കാൻ ചെയ്തു. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. നിധി മുഴുവനും ഈ ബാനിയൻ ട്രീയുടെ അടിയിലാണ് മറച്ചു വെച്ചിരിക്കുന്നത്. അങ്ങോട്ട് നോക്കൂ, ആ ഗുഹയിലേക്ക് നോക്കൂ. അവിടെ റേഞ്ചറിന്റെ റോബോട്ടിക് ക്യാമൽസ് നിധി മൊത്തം എടുത്തോണ്ട് ഇങ്ങോട്ട് ഓടി വരികയാണ്. ഒട്ടകത്തിനെ വെച്ച് കളിച്ച കളിയല്ല, നീ മതിയാക്ക്. ഇനി നിന്നെ ഞാൻ ഒട്ടകമാക്കാം. എന്താ പറഞ്ഞത്? ആര് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാ യു ആർ അണ്ടർ അറസ്റ്റ്.